ദിവസവും നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന ആ മുഖം അത് വെറുമൊരു പ്രതിബിംബമാണോ? അതോ നിങ്ങളുടെ ഭാവിയെ പ്രവചിക്കുന്ന ഒരു ശാസ്ത്രീയ ഉപകരണമാണോ? ഭൂരിഭാഗം പേരും കണ്ണാടി നോക്കുന്നത് മുടി ചീകാനും സൗന്ദര്യം നോക്കാനും മാത്രമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഈ കണ്ണാടി ഉപയോഗിക്കുന്നത് അവരുടെ തലച്ചോറിനെ റീവയർ ചെയ്യാനാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും വിശ്വാസങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ന്യൂറോ സയൻസ് തെളിയിച്ച വിജയത്തിൻ്റെ ചില രഹസ്യങ്ങളെക്കുറിച്ചാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ചിന്തിക്കുന്നതാണ് നമ്മളാകുന്നതെന്ന്. എന്നാൽ ഇത് വെറുമൊരു ആത്മീയ വചനമല്ല, ഇതൊരു പക്കാ സയൻസാണ്. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് സത്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ് ലളിതമായ ചില ശാസ്ത്രീയ ടെക്നിക്കുകളിലൂടെ, പ്രത്യേകിച്ച് മിറർ വർക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിജയത്തിലേക്ക് പ്രോഗ്രാം ചെയ്യാമെന്നാണ്. വെറും 7 മിനിറ്റ് എൻ്റെ കൂടെ നിൽക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകും. കൂട്ടുകാരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ആരെയാണ്? ഒരു പരാജിതനെയോ അതോ വിജയിയോ? സൈക്കോളജി ഇതിനെ സെൽഫ് ഇമേജ് എന്ന് വിളിക്കുന്നു. നമ്മുടെ തലച്ചോറിൽ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ RAS എന്നൊരു ഭാഗമുണ്ട്. ഇതൊരു ഫിൽറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതിനെ സാധീകരിക്കുന്ന തെളിവുകൾ മാത്രമേ RAS നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരൂ. നിങ്ങൾ കണ്ണാടിയിൽ നോക്കി എനിക്ക് പണമില്ല, ഞാൻ ദരിദ്രനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ RAS ദാരിദ്ര്യത്തിൻ്റെ അവസരങ്ങളെ മാത്രമേ നിങ്ങൾ കാണിച്ചു തരൂ. എന്നാൽ നേരെ തിരിച്ച് ഞാൻ സമൃദ്ധിയാണ്, പണം എന്നിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് കണ്ണാടിയിൽ നോക്കി കണ്ണുകളിൽ നോക്കി പറയുമ്പോൾ തലച്ചോറിൽ പുതിയ ന്യൂറൽ പാത്വേകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് ശാസ്ത്രം വിളിക്കുന്നത്. പഴയ വയറിംഗ് മാറ്റി വിജയത്തിൻ്റെ പുതിയ കണക്ഷനുകൾ നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇനി ഇതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞുതരാം. വളരെ ലളിതമായ 3 സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്വന്തം കണ്ണുകളിലേക്ക്, കൃഷ്ണമണിയിലേക്ക് സൂക്ഷിച്ചു നോക്കുക. എന്നിട്ട് ഉറച്ച ശബ്ദത്തിൽ പറയുക, ഞാൻ വിജയിക്കാൻ ജനിച്ചവനാണ്, എൻ്റെ സ്വപ്നങ്ങൾ എന്നെ തേടി വരുന്നു. ഇത് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ, അത് ഫീൽ ചെയ്യണം. ആ വാക്കുകളിലെ വികാരം ആണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ഭാഷ. രണ്ടാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി പറയലാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ നന്ദി പറയുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ, സെറോട്ടോണിൻ എന്നീ ഫീൽ ഗുഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രാവിലെ കണ്ണാടി നോക്കി 5 കാര്യങ്ങൾക്ക് നന്ദി പറയുക. എൻ്റെ ആരോഗ്യത്തിന് നന്ദി, എൻ്റെ കുടുംബത്തിന് നന്ദി, ഇനി കിട്ടാൻ പോകുന്ന പണത്തിന് പോലും നന്ദി. മുൻകൂട്ടി നന്ദി പറയുക. ഈ ഉയർന്ന വൈബ്രേഷൻ ആണ് ആകർഷണ നിയമത്തിൻ്റെ അടിസ്ഥാനം. മൂന്നാമതായി, വിഷ്വലൈസേഷൻ. ഒളിമ്പിക്സ് താരങ്ങൾ വരെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാർ, വീട് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് അതിപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ സന്തോഷം, ആ മണം, ആ കാഴ്ച ആ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഭാവനയിൽ കാണുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലച്ചോറിന് സത്യവും ഭാവനയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല. ഇത് നിങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഈ ഭാവനയെ യാഥാർത്ഥ്യമായി തെറ്റിദ്ധരിക്കുകയും അത് സത്യമാക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരികയും ചെയ്യും. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രക്രിയയുടെ സയൻസ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതല്ല, നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളോട് തന്നെ എന്ത് പറയുന്നു എന്നതാണ് പ്രധാനം. കാൽഞ്ഞങ്ങ് പറഞ്ഞതുപോലെ, ഉള്ളിലെ ശക്തിയെ പുറത്തുവിട്ടില്ലെങ്കിൽ അത് നമ്മളെ കീഴ്പ്പെടുത്തും. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങൂ. കണ്ണാടി വെറും ഒരു വസ്തുവല്ല, അത് നിങ്ങളുടെ ഭാവിയുടെ ബ്ലൂ പ്രിൻ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.